നമസ്കാരം. ഇറാൻ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. കുറേ മണിക്കൂറുകൾക്ക് ശേഷമാണ് രാത്രി ഏറെ വൈകി തുടർന്ന തിരച്ചിലിൽ ഇന്ന് രാവിലെ തകർന്ന ഹെലികോപ്റ്റർ കണ്ടെത്തിയത്. ഇറാൻ തുർക്കിയോട് സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് തുർക്കിയുടെ രാത്രിയിൽ തിരയാൻ സാധിക്കുന്ന അത്യാധുനിക ഡ്രോണുകളുടെ സഹായത്തോടെയായിരുന്നു തിരച്ചിൽ നടത്തിയത്. പ്രസിഡന്റിൻ്റെ ഹെലികോപ്റ്ററിൽ ആർക്കും ജീവനുള്ളതിൻ്റെ ലക്ഷണമില്ലെന്ന് ഇറാൻ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തു. റഷ്യൻ പത്രപ്രവർത്തകൻ പറയുന്നത് ഇന്നലെ ഹെലികോപ്റ്റർ തകർന്ന ഇടിയുടെ വലിയ ശബ്ദം അവിടെ നാട്ടുകാർ കേട്ടു എന്നാണ്. റെയ്സിക്ക് ശേഷം ഇറാൻ്റെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖ്ബർ ചുമതലയേൽക്കും എന്നാണ് റിപ്പോർട്ടുകൾ. 50 ദിവസത്തിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്റർ അപകടത്തിൽ തൻ്റെ ദുഃഖം ഇന്നലെ ട്വിറ്ററിലൂടെ അറിയിച്ചിരുന്നു. ഏതായാലും ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ച് വലിയ നഷ്ടമാണെങ്കിലും ഇറാനിലെ ജനങ്ങൾ പടക്കം പൊട്ടിച്ച് ഹെലികോപ്റ്റർ അപകടം ആഘോഷിക്കുന്ന കാഴ്ചയും സോഷ്യൽ മീഡിയയിൽ കൂടി ലോകം കണ്ടു. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.